കഴിഞ്ഞ ജൂണിൽ നട്ട വാഴത്തൈകളും പപ്പായ മരങ്ങളും കാണാൻ അവരെത്തി. കൈകൾ കോർത്ത് അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ചെവിക്കൊണ്ടുകൊണ്ട് തോട്ടത്തിലൂടെ അവർ ഓരോന്നും അനുഭവിച്ചറിഞ്ഞു. നല്ല സന്തോഷം തോന്നി. ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നട്ടൊരു ചെറിയ വാഴക്കന്നാണ് ഇപ്പോൾ കുറെ വാഴകളൊക്കെ കുലച്ച് എന്നെക്കാട്ടി പൊക്കമുള്ള വാഴകളായി മാറിയത്. ഇവിടെ വെച്ച് പപ്പായയും വാഴ എല്ലയൊക്കെ ഞങ്ങൾ തൊട്ടു നോക്കി നല്ല സന്തോഷം ആയി. കഴിഞ്ഞ ജൂണിലാണ് ഒരേക്കറിൽ മാതൃഭൂമി സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആലുവ സ്കൂൾ ഓഫ് ദ ബ്ലൈൻഡിലെ കുട്ടികൾ തൈകൾ നട്ടത്. 400 വാഴ, 36 പപ്പായ, മുളക്, വഴുതന തുടങ്ങിയ തൈകൾ അന്ന് നട്ടു. തുടക്കത്തിൽ ചെടികളെ പരിപാലിച്ചിരുന്നതും ഈ കുരുന്നുകൾ തന്നെ. പരിമിതി മനുഷ്യർ പറയുന്നതാണെന്നും ഒരു പരിമിതിയും തങ്ങളെ ഒട്ടും ലേശുന്നില്ല എന്നും അവരവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ്. ഞങ്ങൾക്കേറെ കടപ്പാട് മാതൃഭൂമിയോടുണ്ട്. മാതൃഭൂമിയുടെ സീഡ് നടത്തുന്ന പ്രവർത്തനവും അവരുടെ പരിശീലനവുമാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കൃഷിയിലേക്ക് തിരികെ ഇറക്കാനായിട്ട് സാധ്യമായത്. മാതൃഭൂമിയുടെ സീഡ് നടത്തുന്ന എല്ലാ നന്മയുള്ള പ്രവർത്തനങ്ങൾക്കും മാനവികതയെ ഉയർത്തി കാണിക്കുന്ന, മനുഷ്യനെ തിരികെ കൃഷിയിലേക്ക്, മനുഷ്യനെ തിരികെ ജൈവ മനുഷ്യനാക്കാനൊക്കെ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് ഈ സ്കൂളും പങ്കാളിയായി തീരാൻ, കാഴ്ച പരിമിതരായ ഈ മക്കളും പങ്കാളിയായി തീരാനായിട്ട് സാധ്യമായതിൽ ഈ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. സീഡിന്റെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു മിയാവാക്കി വനവും സ്കൂൾ പരിസരത്ത് തയ്യാറാക്കുന്നുണ്ട്. 16 സ്കൂളുകളിലെ കുട്ടികളാണ് മിയാവാക്കി വനത്തിലേക്ക് വേണ്ട തൈകൾ നട്ടത്. അത് കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനത്തിന് സീഡും നേതൃത്വം നൽകുന്ന ഈ ആക്ടിവിറ്റീസ് വളരെ ഹെൽപ്ഫുള്ളാണ്. 62 വർഷമായി ആലുവ കീഴ്മാടിൽ പ്രവർത്തിക്കുകയാണ് സ്കൂൾ ഓഫ് ദ ബ്ലൈൻഡ്. സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കാഴ്ചാപരിമിതികളുള്ള കുട്ടികളെയും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിന്റെ പ്രവർത്തനം. ടെക്നോളജി കൂടുതലായിട്ട് കുട്ടികളെ ഉപയോഗിക്കാനായിട്ട് പ്രാപ്തരാക്കുക. 1ാം ക്ലാസ് മുതലേ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തുടങ്ങും. അപ്പോൾ ഒരു 5ാം ക്ലാസ് എത്തുമ്പോഴേക്കും കുട്ടികൾ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിൽ എഴുതാനും വായിക്കാനും പരീക്ഷകൾ എഴുതാനും ഒക്കെ പ്രാപ്തി നേടും. കാഴ്ചാപരിമിതരായ കുട്ടികൾക്ക് പുറമെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കുട്ടികളും ഇവിടെ പഠിക്കുന്നു. ഇവർക്കായി പ്രത്യേകം തെറാപ്പി സൗകര്യവും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം കായികമേളകളിലും കലോത്സവ വേദികളിലും സ്കൂൾ ഓഫ് ദ ബ്ലൈൻഡിലെ കുട്ടികൾ മികവ് തെളിയിച്ചു കഴിഞ്ഞു. മനോജ് മാർശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണുപ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കുട്ടികൾ അവർ നട്ട പപ്പായ മരങ്ങൾ, വാഴകളൊക്കെ തൊട്ടറിയുന്നത് കാണുമ്പോൾ, എല്ലാ പരിമിതികളും മറികടന്ന് അവർ മുന്നിലേക്ക് വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാഴ്ചാപരിമിതിയുള്ള കുട്ടികളെയും സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആലുവയിലുള്ള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് സ്ഥാപിതമായുള്ളപ്പോൾ അവർ വർഷങ്ങളായി 62 വർഷത്തെ പഴക്കമുണ്ട് ഈ സ്കൂളിന്. അവിടെ നിന്ന് അങ്ങനെ കാര്യങ്ങൾ കുട്ടികളെ മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ട, ഇവർക്ക് വേണ്ട പഠിപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം ഉള്ള പാഠ്യപദ്ധതിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാതൃഭൂമിയുമായി സഹകരിച്ച് സീഡ് പദ്ധതിയിൽ ഈ സ്കൂളുകളിൽ കൃഷി ചെയ്യുന്ന ആ കുട്ടികൾക്ക് കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതൃഭൂമി സീഡ് പദ്ധതി തുടങ്ങിയത്. അപ്പോൾ അതും ഈ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ ഈ കുട്ടികൾ പപ്പായ തൈകളും അതുപോലെ തന്നെ വാഴ, മുളക് തുടങ്ങിയ തൈകൾ നട്ടത്. അവർ തുടക്കത്തിലെല്ലാം ഈ കുട്ടികൾ തന്നെയാണ് ഇതിനെ നട്ടു വളർത്തിയതും അതിനെ പരിപാലിച്ചു പോന്നിരുന്നത്. പിന്നീട് ആ തൈകൾ വലുതാകുമ്പോഴും അതുപോലെ തന്നെ കുട്ടികൾക്ക് വെള്ളം നനയ്ക്കാനൊക്കെ കൊണ്ടു നടക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് അത് പിന്നീട് നിർത്തുകയായിരുന്നു. അവർ അതിനുവേണ്ടി ഒരാളെ വെച്ചിട്ടുണ്ട്. എന്നാലും ഇന്നലെ ആ കുട്ടികൾ അവരുടെ ആ തോട്ടത്തിലേക്ക് എത്തി ആ പഴങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്ന പപ്പായ പഴങ്ങളും അതുപോലെ തന്നെ വാഴയുടെ വളർച്ചയൊക്കെ അവർ തൊട്ടും ഈ അധ്യാപകർ പറഞ്ഞു കൊടുത്തതും വെച്ചെല്ലാം മനസ്സിലാക്കി. അത് വലിയൊരു അനുഭവമായിരുന്നു. നമുക്ക് എല്ലാവർക്കും കാണുമ്പോഴും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ നമുക്ക് അവിടെ നിന്നും മനസ്സിലായതും അത് തന്നെയാണ്. ഇതിനു മുൻപ് ഈ കായികമേളയിലും അതുപോലെ തന്നെ കലാമേളകളിലും എല്ലാം ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ധാരാളമായി പങ്കെടുത്തിട്ടുമുണ്ട്. അവർക്ക് കഴിഞ്ഞ തവണ ബ്ലൈൻഡ് ഫുട്ബോളിൽ ഒരു ചാമ്പ്യൻ കേരളം ചാമ്പ്യൻ ആയപ്പോൾ, ഇന്ത്യ ചാമ്പ്യൻ ആയപ്പോൾ അവിടെ ഈ ഇതിനെ നയിച്ചിരുന്നത് ആ സ്കൂളിൽ തന്നെ ഒരു കുട്ടിയായിരുന്ന വിശേഷങ്ങളെല്ലാം അവർ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ കാഴ്ചാപരിമിതിയുള്ള കുട്ടികളുടെ ഒപ്പം തന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയും അവർ പരിഗണിക്കുന്നുണ്ട് ആ സ്കൂളിൽ. അതിനുവേണ്ട സൗകര്യങ്ങളുമുണ്ട് അവർക്ക്. ഏതായാലും വലിയ നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് എല്ലാ സപ്പോർട്ടും നൽകി കൂടെ നിൽക്കുന്ന അധ്യാപകരുണ്ടല്ലോ, അവർക്ക് വലിയൊരു കയ്യടി നൽകുകയാണ്. അതോടൊപ്പം എല്ലാ മേഖലയിലും അവരുടേതായ കയ്യൊപ്പ് ചാലിക്കാൻ ആ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്.